അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം ബേപ്പൂരിൽ പൗരപ്രമുഖനായിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു. നാടിനും സമൂഹത്തിനും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത മഹൽ വ്യക്തിയാണ് അബ്ദുമുപ്പൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം നൂറുൽ ഹുദ മദ്രസക്കും മഹല്ല് കമ്മിറ്റിക്കുമായി ധാരാളം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിലെ ബേപ്പൂരിലെ ദീനി ചലനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹല്ല് കാരണവരനാണ് അബ്ദുമുപ്പൻ എന്ന് പറയുന്ന വ്യക്തി. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന നല്ല സൽസ്വഭാവയാണത്. സ്നേഹം ഉതകുന്ന സംസാരങ്ങൾ മാത്രം പറയുന്ന അബ്ദുമുപ്പൻ ഇന്ന് മരണപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിലേക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. സ്നേഹവും മാത്രം പങ്കിടുന്ന ആ വ്യക്തിയുടെ മയ്യത്ത് നിസ്കാരത്തിൽ ഞാൻ ശ്രദ്ധിച്ചത് ധാരാളം ആലിമീങ്ങൾ വന്നിരുന്നു. ധാരാളം പ്രവർത്തകന്മാരും ധാരാളം സയ്യിദന്മാരും പരിപാടിയിൽ മയ്യത്ത് നിസ്കാരത്തിലും അനുബന്ധ പരിപാടികളിലൊക്കെ വന്നിരുന്നു. ഞാൻ ഓർക്കുന്നത് എന്താണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്നാണ്. അദ്ദേഹം ഒരു വലിയൊരു ആലിമായി എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു നാട്ടിലേറ്റവും പണക്കാരനായി എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു സയ്യിദല്ല. പിന്നെ എന്താണ് ഇത്തരത്തിലുള്ളൊരു മഹാത്മ്യം ഉണ്ടായത്? ഇതാണ് പ്രധാനപ്പെട്ടൊരു പോയിന്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ വഴിയിലൂടെ ഒരാൾ കടന്നു പോകും, അദ്ദേഹം സ്വർഗത്തിലാണ്. ആളുകൾ നോക്കി ആരാണ് ആ വഴിയിൽ നിന്ന് വരുന്നത്? ആളുകൾക്ക് മനസ്സിലായി, സ്വഹാബികൾക്ക് മനസ്സിലായി അത് സഅദ് ഇബ്നു അബീ വഖാസ് ആണെന്ന് മനസ്സിലായി. പക്ഷേ രണ്ടാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈ വഴിയിലൂടെ ഒരാൾ കടന്നു പോകും, അദ്ദേഹം സ്വർഗത്തിലാണ്. അതേ ക്ലാസ്സിൽ കൂടിയ ആളുകൾ തലേ ദിവസവും പങ്കെടുത്തിരുന്നു. അദ്ദേഹം എല്ലാവരും നോക്കി അതാരാണ്? സഅദ് ഇബ്നു അബീ വഖാസ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ വഴിയിലൂടെ ഒരാൾ കടന്നു പോകും, അദ്ദേഹം സ്വർഗത്തിലാണെന്ന്. മൂന്നാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു. ആളുകൾ, സ്വഹാബികൾ ശ്രദ്ധിച്ചു, ആരാണ് അതെന്ന് നോക്കിയപ്പോൾ ഇന്നലെയും മിനിയാന്നും വന്ന അതേ മനുഷ്യൻ സഅദ് ഇബ്നു അബീ വഖാസ്. തീരുമാനമായി. ആ സ്വർഗീയ അവകാശി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിലാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ സ്വഹാബി വര്യൻ സഅദ് ഇബ്നു അബീ വഖാസ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സഅദ് ഇബ്നു അബീ വഖാസിനെ ഫോളോ ചെയ്യാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് സ്വഹാബിയാണ്, അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണല്ലോ, ഒരു നല്ല കാര്യം ഒരാൾക്കുണ്ടെങ്കിൽ മുമ്പരെ ഫോളോ ചെയ്ത് നമുക്ക് കൂടെ ആ നല്ല കാര്യം പകർത്താൻ ലക്ഷ്യത്തോടു കൂടെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസിനെ ഫോളോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിൽക്കണം. ഞാൻ എൻ്റെ പിതാവിനോട് ചെറുങ്ങനെ തെറ്റിയിട്ട് വന്നതാണ്, അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എനിക്ക് നിൽക്കണം, നിങ്ങളതിനുള്ള പെർമിറ്റ് തരണം. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി, ആ സ്വഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കി, സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി. അദ്ദേഹം അങ്ങനെയാണ് ഇങ്ങനെ സഅദ് റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ പോകുന്നത്. സഅദ് റളിയല്ലാഹു പറഞ്ഞു, അതിനെന്താ, ഇവിടെ നിന്നോളി, ഉള്ള സൗകര്യത്തിൽ നിൽക്കുക, കൂടുതൽ സൗകര്യമൊന്നും ഇവിടെ ഇല്ല, ഉള്ളതിനനുസരിച്ച് നിൽക്കുക, മതിയോ? ഓ, എനിക്കത് മതി. ഇഹ്താല, അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചു. എന്താണ് തന്ത്രം? ഞാൻ എൻ്റെ ഉപ്പയോട് തെറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു തന്ത്രമാണ് ഉപയോഗിച്ചത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിലേക്ക് വീട്ടിൽ നിൽക്കാനുള്ള അനുവാദം നൽകി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മറ്റു സ്വഹാബികൾ ചെയ്യുന്നതിലധികമായി ഒന്നും അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ നിസ്കാരമുണ്ടോ? ഇല്ല. നിസ്കാരമൊക്കെ മറ്റു സ്വഹാബികൾ ചെയ്യുന്നത് പോലെ ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങളേ ഉള്ളൂ. എന്നാൽ കൂടുതൽ നോമ്പുണ്ടോ? ഇല്ല. നോമ്പില്ലാത്ത കാലഘട്ടമാണ്. ഫർളോ സുന്നത്തോ ആയ പ്രധാനപ്പെട്ട സുന്നത്തുകളൊന്നും ഇല്ലാത്ത നോമ്പിൻ്റെ കാലഘട്ടമാണ്. അദ്ദേഹം നോമ്പ് നോറ്റിട്ടുമില്ല സമയത്ത്. എന്നാൽ രാത്രികളിൽ മുഴുവനും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഇബാദത്തിലോ മറ്റോ ആണോ? ഇല്ല, സാധാരണ സ്വഹാബികൾ ഉറങ്ങുന്നത് പോലെ കുറച്ച് ഭാഗത്ത് ചെയ്ത് മൂപ്പര് ഉറങ്ങുന്നത് കാണുന്നുണ്ട്.
ഒന്നും സ്പെഷ്യലായി അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കണ്ടെത്താൻ സാധിച്ചില്ല. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, 3 ദിവസമായി ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നു, 3 ദിവസമായി ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, എനിക്ക് നിങ്ങളിൽ നിന്നൊരു സ്പെഷ്യലും കാണാൻ സാധിച്ചില്ല. ഞാൻ എൻ്റെ ഉപ്പയോട് തെറ്റിയിട്ടൊന്നുമില്ല, പിന്നെന്തിനാ വന്നതെന്നറിയോ? വന്നതിൻ്റെ കാര്യം, ഞാൻ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് നിങ്ങളെ കേട്ടിരുന്നു. എന്താ തങ്ങൾ പറഞ്ഞത്? ഹബീബായ തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ ഒരാൾ വരും, അദ്ദേഹം സ്വർഗത്തിലാണ്, ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങളാണ് അദ്ദേഹം. രണ്ടാമത്തെ ദിവസവും തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങളാണ് അദ്ദേഹം. മൂന്നാമത്തെ ദിവസവും ഹബീബായ തങ്ങൾ പറയുന്നു, ഈ വഴിയിലൂടെ ഒരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ദിവസവും ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ തന്നെ. എന്താണ് ഇങ്ങനെ ഉറപ്പിച്ച് തറപ്പിച്ച് 3 പ്രാവശ്യം ഞങ്ങളോട് നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറയാൻ കാരണം? നിങ്ങളിൽ എന്താണ് സ്പെഷ്യൽ അമലുള്ളതെന്ന് നോക്കാൻ. അപ്പം മൂപ്പര് പറയാണ്, ഒരു സ്പെഷ്യലും ഇല്ല, നിങ്ങളിപ്പോൾ എൻ്റെ എന്തോ കണ്ടെത്തിയോ? ഒന്നും കണ്ടെത്തിയിട്ടില്ല, ഞങ്ങളൊക്കെ ചെയ്തതുപോലെ നിങ്ങളെടുത്തുള്ളൂ, നിങ്ങളതൊന്നും കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇപ്പം എന്താ? പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഒരാളോട് വെറുപ്പില്ല കേട്ടോ, ഒരാളോടും എനിക്ക് ഹസദില്ല, എനിക്കൊരാളോടും വെറുപ്പില്ല, അസൂയയില്ല, യഖ്ദില്ല, ഒരാളോടും എനിക്ക് പകയില്ല, ഞാൻ കിബർ വെച്ചിട്ടില്ല, അങ്ങനെ ഞാൻ അഹങ്കരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കാര്യം പിടികിട്ടി. എന്നാൽ ഇത് തന്നെയാണ് തങ്ങൾ സ്വർഗത്തിലാണെന്ന് നിങ്ങൾ പറയാൻ കാരണം, ഇത് തന്നെയാണ് നിങ്ങളുടെ ആ സ്വഭാവ മഹിമയുണ്ടല്ലോ, ആ മഹത്തായ നല്ല സ്വഭാവം, ആ ഹുസ്നുൽ ഖുൽഖ്, ഇത് തന്നെയാണ് നിങ്ങൾ വിജയിക്കാനുള്ളൊരു കാരണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞ്, എന്നിട്ട് അദ്ദേഹം പിന്നീട് വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. നല്ല സ്വഭാവികളാകാൻ എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയമാണ്. അതെ, സൽ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു അബ്ദു മൂപ്പൻ, ബേപ്പൂരിലെ അബ്ദു മൂപ്പൻ. അദ്ദേഹത്തിനു വേണ്ടി തഹ്ലീൽ ചൊല്ലുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് 1,00,000 ഇഖ്ലാസ് സൂറത്ത് ചൊല്ലുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കാളികളായാൽ വലിയ സന്തോഷമാണ്. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. ഇൻഷാ അള്ളാഹ് അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെയും ഇതിൻ്റെ പ്രതിഫലത്തിന് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി നല്ല മരണം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ.